പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ജൂലൈ 21 ചൊവ്വാഴ്ച. 2 ശമൂവേൽ 12 അധ്യായം 23 വാക്യം. ഇപ്പോൾ അവൻ മരിച്ചുപോയി, ഞാൻ എന്തിന് ഉപവസിക്കണം? അവനെ വീണ്ടും തിരികെ കൊണ്ടുവരുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ അവൻ്റെ അടുക്കൽ പോകും, എന്നാൽ അവൻ എൻ്റെ അടുക്കൽ മടങ്ങി വരികയില്ല. മനുഷ്യ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ നമുക്ക് തിരികെ ലഭിക്കില്ല. ചില കണ്ണുനീർ തുടച്ചു മാറ്റാൻ കഴിയില്ല. ചില ചോദ്യങ്ങൾക്ക് ഈ ലോകത്തിൽ ഉത്തരം ലഭിക്കുകയുമില്ല. എന്നാൽ വിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരു സത്യം എന്നും നിലനിൽക്കുന്നു. ദൈവഹിതം അവസാന വാക്ക, ദൈവകൃപ അവസാന പ്രത്യാശയ. ദാവീദ് തൻ്റെ കുഞ്ഞ് രോഗിയായിരുന്നപ്പോൾ ഉപവസിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. തൻ്റെ പാപത്തിൻ്റെ കഠിന ഫലത്തെ അവൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞു. എന്നാൽ കുഞ്ഞ് മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ദാവീദ് തകർന്നു വീണില്ല. അവൻ എഴുന്നേറ്റ് കുളിച്ചു, ദേവാലയത്തിൽ ചെന്നു കർത്താവിനെ ആരാധിച്ചു. അതിനുശേഷമാണ് അവൻ ഈ വാക്കുകൾ പറയുന്നത്: ഞാൻ അവൻ്റെ അടുക്കൽ പോകും, എന്നാൽ അവൻ എൻ്റെ അടുക്കൽ മടങ്ങി വരികയില്ല. ഈ വചനത്തിൽ 3 ആത്മീയ സത്യങ്ങൾ നമുക്ക് ഉണർത്തി തരുന്നു. ഒന്ന്, ദൈവഹിതത്തെ അംഗീകരിക്കുന്ന ഹൃദയമാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടയാളം. പ്രാർത്ഥന ദൈവത്തെ നമ്മുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കാനുള്ള ശ്രമമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവഹിതത്തിന് കീഴ്പ്പെടുത്തുന്ന വിശുദ്ധയാത്രയാണ്. ദാവീദ് തൻ്റെ അപേക്ഷ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ തീരുമാനം വ്യത്യസ്തമായപ്പോൾ അവൻ പരാതിപ്പെട്ടില്ല, അവൻ ദൈവത്തെ ആരാധിച്ചു. നമ്മുടെ ജീവിതത്തിലും ചില വാതിലുകൾ അടയാറുണ്ട്. ചില സ്വപ്നങ്ങൾ പൂവണിയാതെ പോകാറുണ്ട്. ചില പ്രാർത്ഥനകൾ നാം പ്രതീക്ഷിച്ചതുപോലെ ഉത്തരം ലഭിക്കാതെ വന്നേക്കാം. അപ്പോൾ വിശ്വാസം ചോദിക്കും, എന്തുകൊണ്ട് എന്നല്ല, കർത്താവേ, നിന്റെ ഹിതം എന്താണ് എന്നതാ. ഈ വചനം രണ്ടാമനോട് പറയുന്നു, മരണത്തിനപ്പുറമുള്ള പ്രത്യാശയാണ് വിശ്വാസിയുടെ ശക്തിയെന്ന്. ദാവീദ് പറയുന്ന വാക്കുകൾ മരണത്തിൻ്റെ അന്തിമത്വമല്ല, പ്രത്യാശയുടെ അനശ്വരതയാണ്. ഞാൻ അവൻ്റെ അടുക്കൽ പോകും. മരണത്താൽ ബന്ധങ്ങൾ അവസാനിക്കുന്നില്ല. ദൈവത്തിൽ വിശ്രമിക്കുന്നവർക്ക് നിത്യജീവന്റെ പ്രത്യാശയുണ്ട് എന്ന് ഈ വചനം സാക്ഷിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിലൂടെ ഈ പ്രത്യാശ കൂടുതൽ തെളിയുന്നു. കല്ലറ വിശ്വാസിയുടെ അവസാന വിലാസമല്ല, അത് നിത്യജീവിതത്തിലേക്കുള്ളതായ കവാടമാണ്. അതുകൊണ്ട് നഷ്ടങ്ങളുടെ നടുവിലും വിശ്വാസി പ്രത്യാശ കൈവിടുന്നില്ല. കണ്ണുനീർ ഒഴുകുമ്പോഴും പ്രത്യാശയുടെ വിളക്ക് അണയുന്നില്ല. മൂന്നാമത് ഈ വചനം പറയുന്നു, ദുഃഖത്തിൽ നിന്ന് ആരാധനയിലേക്ക് ഉയരുന്ന ജീവിതമാണ് ആത്മീയ പക്വത. ദാവീദ് ദുഃഖത്തെ നിഷേധിച്ചില്ല, പക്ഷെ ദുഃഖം തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാനോ അനുവദിച്ചില്ല. അവൻ ആരാധനയിലേക്ക് നടന്നു. കാരണം ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ ഹൃദയത്തിൽ മുറിവുകൾ പോലും അനുഗ്രഹത്തിൻ്റെ വിത്തുകളാകുന്നു. നമ്മുടെ ജീവിതത്തിലും നഷ്ടങ്ങളും നിരാശകളും വേർപാടുകളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഓരോ പ്രഭാതവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്: നിന്റെ കണ്ണുനീർ ഞാൻ കാണുന്നു, നിന്റെ നാളെ ഞാൻ ഒരുക്കിയിരിക്കുന്നു. ഇന്നലെയുടെ വേദനയിൽ ജീവിക്കാതെ ദൈവം തുറക്കുന്ന പുതിയ കൃപയുടെ വാതിലൂടെ നമുക്ക് മുൻപോട്ട് നടക്കാം. ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉടൻ ഉത്തരമുണ്ടാകണമെന്നില്ല. എന്നാൽ ഓരോ ചോദ്യത്തിൻ്റെയും നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം എല്ലാം അറിയുന്നവനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് നഷ്ടങ്ങൾ വിശ്വാസിയെ തകർക്കേണ്ടതില്ല. അവ ദൈവത്തിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിക്കുവാൻ ഇടയായിത്തീരണം. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, കണ്ണുനീർ വീഴുന്ന വഴികളിൽ പ്രത്യാശയുടെ പൂക്കൾ വിരിയിക്കണമേ. നഷ്ടങ്ങളുടെ രാത്രിയിൽ നിന്റെ സാന്നിധ്യത്തിൻ്റെ നക്ഷത്രങ്ങൾ തെളിയിക്കണമേ. ദുഃഖത്തെ ആരാധനയാക്കുവാൻ, മുറിവുകളെ സാക്ഷ്യമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.